ISS എക്സാം 2025. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം ഋഷി സുനക്. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഉത്തരം വേമ്പനാട്ട് തടാകം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തേന്മല. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് ആര്? ഉത്തരം K. കേളപ്പൻ. ഇന്ത്യയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ചമ്രവട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം ജില്ലയിൽ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ഏത്? ഉത്തരം ഒളിമ്പിക്സ്. ഒരു കബഡി ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ഉത്തരം 7. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം ലഡാക്ക്. ലോകത്ത് ആദ്യമായി സൗരയൂഥം കടന്നുപോയ ബഹിരാകാശ പേടകം ഏത്? ഉത്തരം വോയേജർ 1. ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും നീളമുള്ള ജീവി ഏത്? ഉത്തരം സിഫോണോഫോർ. ഏറ്റവും വലിയ പൂവ് ഏത്? ഉത്തരം റഫ്ലേഷ്യ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. അഗസ്ത്യവനം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ തേയില മ്യൂസിയം ഏതാണ്? ഉത്തരം കണ്ണൻദേവ ടീ മ്യൂസിയം. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഭൂമിയിൽ എത്ര വൻകരകൾ ഉണ്ട്? ഉത്തരം 7. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം മന്ദോവി. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണപിള്ള. മൗഗ്ലി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഗെയിം ഏത്? ഉത്തരം ഐസ് ഹോക്കി. കേരളത്തിലെ നിത്യഹരിത വനം ഏത്? ഉത്തരം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ സന്ദർശിച്ച വർഷം ഏത്? ഉത്തരം 1920. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം? ഉത്തരം 1930. പെരിയാർ
വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര്? ഉത്തരം തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം പെരിയാർ, പമ്പ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം? ഉത്തരം മംഗളവന പക്ഷി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1978. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1991. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്? ഉത്തരം പെരിയാർ ടൈഗർ റിസർവ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം മാങ്കുളം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത്? ഉത്തരം ശകവർഷ കലണ്ടർ. മരുഭൂമി ഇല്ലാത്ത വൻകര ഏത്? ഉത്തരം യൂറോപ്പ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത്? ഉത്തരം പാമ്പ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആരുടെ പുസ്തകമാണ് ഒരു കുരുവിയുടെ പതനം? ഉത്തരം ഡോക്ടർ സലീം അലി. ഗീതാഞ്ജലി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രങ്ങളുടെ സമ്പത്ത് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ആഡം സ്മിത്ത്. അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചെമ്മീൻ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള.